നമ്മൾ ഹിന്ദുക്കൾക്കൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സമയമാണ് സന്ധ്യാസമയം. നമ്മൾ കേട്ടിട്ടുണ്ടോ നമ്മുടെ അച്ഛനമ്മമാർ പറഞ്ഞിട്ട് സന്ധ്യാസമയമായി, വിളക്കൊളുത്താറായി, ഇല്ലെങ്കിൽ നാമം ചെല്ലാറായി എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. പക്ഷേ അതിൻ്റെ ശരിക്കുള്ള റീസൺ എന്താണെന്ന് നമ്മൾ എപ്പോഴേലും ആലോചിച്ചിട്ടുണ്ടോ? എല്ലാവർക്കും നമസ്കാരം, ഞാൻ വിദ്യ. ഞാനൊരു സൊല്യൂഷൻസ് ആർക്കിടെക്റ്റ് ആണ്. ഹിന്ദു ഫിലോസഫിയിലുള്ള ഒരുപാട് ഹിഡൻ ആയിട്ടുള്ള സ്പിരിച്വൽ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും അത് ഏറ്റവും കൂടുതലായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇവിടെ വന്ന് ഞാൻ ഷെയർ ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇതുവരെ വിചാരിച്ചത് സന്ധ്യാ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരത്തെ സൺസെറ്റ് എന്ന് പറഞ്ഞൊരു സമയമാണെന്ന്. പക്ഷേ ശരിക്ക് സന്ധ്യ എന്ന് പറയുമ്പം ഇരുട്ടിൻ്റെയും വെളിച്ചത്തിൻ്റെയും ഒരു മീറ്റ് ചെയ്യുന്ന ഒരു സമയമാണ്. ഒരു ദിവസം 3 സന്ധ്യാ സമയമാണ് ഉള്ളത്. ആദ്യത്തെയാണ് പ്രാതഃ സന്ധ്യ, അതാണ് സൺറൈസ് സമയം. രണ്ടാമത്തെയാണ് നമ്മുടെ മധ്യാഹ്ന സന്ധ്യ, അതായത് നൂൺ. മൂന്നാമത്തെയാണ് സായം സന്ധ്യ, അതാണ് സൺസെറ്റ്. ശരിക്ക് സന്ധ്യ എന്ന് വിചാരിക്കേണ്ടത് ഈവനിങ് അല്ല, അതൊരു തെറ്റായിട്ടുള്ളൊരു അറിവായിരുന്നു എനിക്ക്. പക്ഷേ ഒരുപാട് ആൾക്കാർ പറയും സൺറൈസ് കാണാൻ ഭയങ്കര രസമാണ്, നമുക്ക് ട്രെക്കിങ്ങിന് പോകാം, ഇല്ലെങ്കിൽ നമ്മൾ ഇന്ന സ്ഥലത്ത് പോകാം, അവിടെ സൺറൈസ് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്, ഇല്ലെങ്കിൽ നമുക്ക് എന്തായാലും അവിടുത്തെ സൺസെറ്റ് കാണണം, അത് നല്ല ബ്യൂട്ടിഫുള്ളാണ്, ഭയങ്കര പീസ്ഫുള്ളാന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പം അതിൻ്റെ പിന്നിലൊരു ശരിക്കുള്ളൊരു സയൻറ്റിഫിക് റീസൺ ഉണ്ട്. സൺറൈസ്, സൺസെറ്റ്, ഇപ്പം 3 സന്ധ്യ സമയത്തിൽ നമ്മുടെ ഹിന്ദു ഫിലോസഫിയിൽ മോർണിംഗ് സന്ധ്യ, അതായത് പ്രാതഃ സന്ധ്യയും സായം സന്ധ്യ, ഈവനിങ് സന്ധ്യയാണ് ഇമ്പോർട്ടൻറ്റ്. അത് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പിരിച്വൽ ബോഡി, നമ്മുടെ ബോഡി ഒരു ആക്റ്റീവ് സ്റ്റേറ്റിൽ നിന്ന് ഇനാക്റ്റീവ് സ്റ്റേറ്റിലേക്കും, ഇനാക്റ്റീവ് സ്റ്റേറ്റിൽ നിന്ന് ആക്റ്റീവ് സ്റ്റേറ്റിലേക്കും വരുന്നൊരു സമയമാണ്. ഇപ്പം രാവിലത്തെ സന്ധ്യാസമയം നമ്മൾ ഉറക്കത്തിൽ നിന്ന് എണീക്കുന്ന സമയമാണ്. അങ്ങനെ തന്നെ ഈവനിങ് സന്ധ്യ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ഫുൾ ഡേ വർക്ക് കഴിഞ്ഞ് നമ്മൾ വൈൻഡ് ഡൗൺ ചെയ്ത് നമ്മൾ ഉറങ്ങാൻ വേണ്ടി റെഡിയാവുന്ന സമയമാണ്. അപ്പം ഇവിടെ ചെയ്യാനുള്ള ഭയങ്കര നമുക്ക് നമ്മുടെ ബോഡിക്ക്, നമ്മുടെ മൈൻഡിന് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ ഇരുന്ന് ഒന്ന് കണ്ണടച്ച് മെഡിറ്റേറ്റ് ചെയ്യൽ. നമ്മൾ ഇപ്പം രാവിലെയും വൈകുന്നേരമൊക്കെ വിളക്ക് കൊളുത്തി കുറച്ച് നാമം ചെല്ലൽ. ചില ആൾക്കാർ രാവിലെ എണീറ്റ ഉടനെ ജേർണലിങ് ചെയ്യും. അപ്പം അവർക്ക് ഡയറി ഉണ്ടാവും, അവർക്ക് ഇന്നത്തെ ദിവസം എന്തൊക്കെ ചെയ്യണം എന്ന് എഴുതി വെക്കും. അങ്ങനെ തന്നെ വൈകുന്നേരം ആയിക്കഴിഞ്ഞാലും ആ സമയം ആവുമ്പം ചില ആൾക്കാർ ഇന്ന് എന്തൊക്കെ ചെയ്തു, നാളെ എന്തൊക്കെ ചെയ്യണം എന്ന് എഴുതി വെക്കുന്ന ജേർണലിംഗ് ഉണ്ട്. അപ്പം ഇതൊക്കെ ചെയ്യാനുള്ള കാര്യം സയൻസിൽ പറയുന്നത് ഈ ഒരു സമയത്താണ് നമ്മുടെ മൈൻഡ് ആൽഫ ഇല്ലെങ്കിൽ തീറ്റ സ്റ്റേറ്റിലേക്ക് പോകുന്നത്. ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സ്റ്റേറ്റിലേക്ക് പോകുന്നത്. നമ്മൾ ആ സമയത്ത് എന്ത് ചെയ്താലും അത് നമ്മുടെ ബോഡിക്ക് ഭയങ്കര എഫക്റ്റ് ആവും. അപ്പം നമ്മൾ എന്ത് നല്ല കാര്യം ചെയ്താലും നമ്മൾ ചീത്ത കാര്യം ചെയ്താലും ആ ഒരു സമയത്ത് നമ്മുടെ ബോഡിക്ക് പെട്ടെന്ന് അബ്സോർബ് ചെയ്യാൻ പറ്റും. ഈ സന്ധ്യാസമയം ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാനുള്ള കാര്യം, ഈ ഒരു സമയത്ത് നമുക്ക് പുറത്ത് ഒരുപാട് ബഹളമൊന്നും ഉണ്ടാവില്ല. ഏർലി മോർണിംഗ് ടൈമാണ്, ഇല്ലെങ്കിൽ ഈവനിങ് ടൈമാണ്, ഭയങ്കര സൈലൻസ് ആയിരിക്കും. അപ്പം നാച്ചുറലി നമ്മുടെ മൈൻഡും ഭയങ്കര ക്വൈറ്റ് ആയിരിക്കും, റിലാക്സ്ഡ് ആയിരിക്കും. അപ്പം ആ സമയത്ത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ആലോചിച്ച് ചെയ്യും. നമുക്ക് ഒരുപാട് ഒരുപാട് ധൃതിയില്ലാത്ത സമയമായിരിക്കും. ശരിക്കും വൈകുന്നേര സമയത്ത്, ഈവനിങ് സമയത്ത് നമ്മൾ വിളക്കൊളുത്തി ഒരുപാട് മണിക്കൂറുകൾ ഇരുന്ന് പ്രാർത്ഥിക്കണ ആവശ്യമൊന്നുമില്ല. നമ്മൾ 5 മിനിറ്റ് 10 മിനിറ്റ് ആണെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കുക. ഇല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നതിന് പകരം നമ്മൾ എക്സ്പ്രസ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയും. നമുക്ക് കിട്ടിയ കാര്യങ്ങൾക്കൊക്കെ ഒരു താങ്ക് യു. നമുക്ക് ഈ യൂണിവേഴ്സിൽ എന്തൊരു പവർ ഉണ്ട്, നമുക്ക് കിട്ടുന്ന കാര്യങ്ങളും നമുക്ക് ഇനിയും വെച്ച കാര്യങ്ങളും അതൊക്കെ നമ്മുടെ അടുത്ത് എത്താൻ വേണ്ടി ആരോ എവിടെയോ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അപ്പം അവരോട് നമ്മളൊരു താങ്ക്സ് പറയുന്നത്, നമുക്ക് കിട്ടിയതിന് വേണ്ടി ഒരു നന്ദി പറയുന്നത്. അപ്പം അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നിങ്ങൾ ഇതുവരെ അത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ചെയ്യണം. ബിക്കോസ്
ഒരുപാട് എഫേർട്ട് എടുക്കാൻ ആവശ്യമില്ലാത്തൊരു കാര്യമാണ്, പക്ഷേ നമ്മുടെ ലൈഫിന് ഒരുപാട് എഫക്റ്റ്, ഒരുപാട് പോസിറ്റീവ് ഇമ്പാക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. അപ്പം ഇതിൻ്റെ ഔട്ട്പുട്ട് പെട്ടെന്ന് കിട്ടില്ല, ഷോർട്ട് ടേം ഔട്ട്പുട്ട് ആയിരിക്കില്ല, ലോങ് ടേം ആയിരിക്കും. പക്ഷേ കിട്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് നമ്മൾ ഈ സന്ധ്യാസമയങ്ങളിൽ നമ്മൾ ചെയ്ത കാര്യങ്ങൾ കാരണമാണ്, ഇത്രയും കാലം നമ്മൾ ചെയ്ത കാരണമാണ് നമുക്ക് ഈ ഒരു കാര്യം ഇന്ന് കിട്ടിയത്. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിൽ വരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു. ബൈ.